നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ ഇനി വാർത്താ സന്ധ്യ. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. നികുതി വർധനയെ ന്യായീകരിച്ചു ധനമന്ത്രി KN ബാലഗോപാൽ. ധനസ്ഥിതി അപകടകരമായ അവസ്ഥയിൽ സെസ് ഏർപ്പെടുത്തിയത് സംസ്ഥാന താൽപര്യം പരിഗണിച്ചെന്നും മന്ത്രി. സർക്കാർ ജനങ്ങളെ കുത്തിപ്പിഴിയുന്നുവെന്ന് കെ സുധാകരൻ. അധിക നികുതി അടയ്ക്കരുതെന്നും ആഹ്വാനം. വിവാദമായ കൗ ഹഗ് ഡേ സർക്കുലർ പിൻവലിച്ച് മൃഗസംരക്ഷണ ബോർഡ്. വാലന്റൈൻസ് ദിനം പശുക്കളെ ആലിംഗനം ചെയ്ത് ആചരിക്കില്ല. സർക്കുലർ പിൻവലിച്ചത് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം. തിരുവനന്തപുരം നഗരത്തിൽ വൻ തീപിടുത്തം. വഴുതക്കാട് അക്വേറിയം വിൽക്കുന്ന കടയ്ക്ക് തീപിടിച്ചു. സമീപത്തെ വീടുകളിലേക്കും തീ പടർന്നു. ആളപായമില്ല. കൊച്ചിയിൽ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവം ഞെട്ടിക്കുന്നതെന്ന് ഹൈക്കോടതി. വിഷയത്തിൽ ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചു വരുത്തി. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ISROയുടെ SSLV D2 വിക്ഷേപണം വിജയകരം. Beautiful launch of SSLV D2 EOS-07 on a bright sunny morning. വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 3 ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിച്ചു. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആസാദി സാറ്റ് ഉപഗ്രഹവും ഭ്രമണപഥത്തിൽ. തുർക്കി സിറിയ ഭൂചലനത്തിൽ മരണം 22,000 കടന്നു. രക്ഷാദൌത്യം തുടരുന്നു. അതിശൈത്യം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി. വനിതാ T20 ലോകകപ്പിന് ഇന്ന് ദക്ഷിണാഫ്രിക്കയിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയെ നേരിടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച പാകിസ്ഥാനെതിരെ.